ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ. എന്തിനാണോ ശൃംഗാരത്തിന് ശരീരം മുഴുവനായിട്ട് ഇളക്കുന്നത്? എനിക്കത് വലിയ കാര്യത്തിൽ അറിയില്ല, നമ്മളതൊന്നും കോഴ്സ് എടുത്ത് പഠിച്ചല്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്? ഏത് ഭരതമുനി, എന്ത് നാട്യശാസ്ത്രം? ഇല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോസിൽ ഞാൻ ഇത്തരം വൾഗാരിറ്റികൾ സപ്പോർട്ട് ചെയ്തൊന്ന് കാണണം. എന്താണ് നിനക്ക് തീരെ വെളിവില്ലേ? ഒരു സാമാന്യ ബോധമെങ്കിലും കാണിക്കണ്ടേ? ചുമ്മാ പറയിപ്പിക്കാനായിട്ട്. മദ്യപിക്കുന്ന നമ്മുടെ കൂടെ മദ്യപിച്ചില്ല, നമ്മൾ കൊണ്ടുവന്ന സാധനം അടിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ കൂടെ പോയിട്ട് വന്നാണ്. ഇവരുടെ കൂടെ പോയി വന്ന മദ്യം തന്നെയാണ് അടിച്ചത്. എനിക്ക് സംശയമുണ്ട്, കാരണം മണമൊന്നുമില്ല. പക്ഷെ ആള് പക്കാ വയലന്റ്, ഒരുമാതിരി സ്റ്റാൻഡേർഡില്ല സംസാരിക്കരുത് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാം, റൂമിൽ നിന്ന് ഒരാളോട് സ്വകാര്യമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോട് സംസാരിക്കില്ല. പുറത്താണ് യൂട്യൂബേഴ്സ് വെക്കുന്നത്, അവിടെ മുമ്പിലേക്ക് അങ്ങനെ ചെല്ലാണ്. എന്നിട്ട് കൂടെ ഒച്ച ഉണ്ടാക്കാം. അത് രസം, ഇവിടെ ഈ ഒച്ച ഉണ്ടാക്കിയ ഒറ്റ വീഡിയോ പോലും ഉമ്മാർ എടുത്തില്ല. ഇമാരാളെ കൊണ്ടുപോയി ഈ കോളത്തിലാക്കിയത്. ഉമ്മാർ എടുത്താൽ എന്തായാലും ഇവരെങ്ങനെ ആയിരുന്ന ചോദ്യം ഇല്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്, ഇവരെന്താ വീഡിയോ എടുക്കാൻ? അതൊരു ചോദ്യം. അമ്മ പ്രസവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ വെക്കുന്ന ടീമാണ് ഇവര്, അല്ലേ? കറക്റ്റ് ആണല്ലേ? റീസെന്റ്ലി ഒരു 35,000 രൂപയുടെ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്ത വ്യക്തിയാണിത്. ഏതെങ്കിലും ബേസിൽ എന്നെ പ്രൊമോട്ട് ചെയ്യാനോ ഞാൻ ഈ ചെയ്യുന്ന ആൽബം ജനങ്ങളിലേക്ക് എത്തിക്കാനോ നിങ്ങൾ നോക്കിയോ? തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള കോസ്റ്റ്യൂമിൽ ഇവരെ കുറെ വൾഗാരിറ്റി വീഡിയോസ് ഇട്ടിട്ട് എന്റെ പേരിലേക്ക് ഇടാം. എന്നിട്ട് അവർക്കൊന്നും കാണിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, എത്ര വേണമെങ്കിലും കള്ളു കുടിക്കാന്നുള്ളതും അങ്ങനത്തെ കുറെ സാധനങ്ങൾ. പിന്നെ കോസ്റ്റ്യൂമിന്റെ ഒക്കെ കോടിക്കണക്കിന് വില പറയാം, വെറുതെ കഥ പറയാണ്, ജനങ്ങളെ പറ്റിക്കുക. റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 എണ്ണം. റിസർവ് ബാങ്ക് ആണോ 3 എണ്ണം? അതെ, ഇപ്പൊ 2 എണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ടിന് വിളിച്ച് ഇവിടെ വന്ന് എന്റെ ഒരു ബൈറ്റോ ഡീറ്റെയിൽസോ ചോദിക്കുക പോലും ചെയ്യാണ്ട് എനിക്ക് റൂം വേണം, ഞങ്ങൾക്ക് ഫുഡ് വേണം, ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യണം, ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യണം, ഇതൊക്കെ പറയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാൻ ആരാ സമ്മതിക്കുന്നത്? അവർ സമ്മതിച്ചിട്ട് പോലും. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും സെറ്റിന് ഈ പറഞ്ഞ പോലെ നായികനെ വിളിച്ച് കാറിൽ ഇറങ്ങി പോയിട്ടുണ്ടോ? ഉണ്ടെന്ന്. അതൊക്കെ പറയട്ടെ, ആരാണ് അതൊക്കെ? ആരാ സെറ്റിനാണ് കൊണ്ടുവന്ന് പറയട്ടെ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. ഞാൻ ഷൂട്ട് ചെയ്യുന്ന എന്റെ ലൊക്കേഷനിൽ കയറിയിട്ട് എന്റെ നിങ്ങളും കൂടി എടുത്തിട്ടാ. ഇവർ 21-30 മിനിറ്റ് ഞാനൊരു വീഡിയോ വെച്ചിട്ട് 5 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ മുഴുവൻ ആൾക്കാർക്ക് കാണാപാടാവില്ലേ? ഇവളൊക്കെ മുഖടച്ചൊന്ന് കൊടുക്കുക വേണ്ടത്. അവിടെ കിടന്ന് പെർഫോമൻസിന്റെ പുറത്ത് പെർഫോമൻസ് ആയിരുന്നു, കഞ്ചാവോ മദ്യമോ എന്തോ അടിച്ചു കേട്ടിട്ട്. പെരുമാറ്റത്തിൽ എത്ര പ്രശ്നമുണ്ടല്ലോ. അതിനകത്തൊരു പഴമുണ്ട്, അത് വായിക്കുറ്റി കേട്ടോണ്ട്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. എന്ത് പ്രഹസനമാണ് സജി. ഫുഡ് ഉൾപ്പെടെ ഇവരുടെ അക്കോമഡേഷൻ ഉൾപ്പെടെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനുള്ള എല്ലാം ഉൾപ്പെടെ 1 രൂപയ്ക്ക് അടുത്ത് പുള്ളിക്ക് ചെലവായി എന്നാണ് പുള്ളി പറയുന്നത്. 80,000 രൂപയുടെ നഷ്ടമുണ്ട്. കണക്കുകൾ എഴുതി വെച്ചിട്ട് പാവം അന്തം വിട്ടിരിക്കുകയാണ്. ചട്ടുകാലിയൊക്കെ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഞാൻ ഇത് എടുത്തോണ്ട് വരാൻ സാധിച്ചെങ്കിൽ എനിക്കല്ല ചട്ട്, നിനക്കാണ് ചട്ടെന്ന് ഞാൻ തെളിയിക്കും. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. നീ കള്ളും കുടിച്ച് പേത്തടിച്ച് നടക്കുന്നത് അറിവായതിനു ശേഷമാണ് ആ കുട്ടി അങ്ങനെ വന്ന് പറഞ്ഞത്. അതും നീ എന്റെ തലയിൽ കൊണ്ടുവച്ചു. നീ ഇതും നീ എന്റെ തലയിൽ കൊണ്ട് വെക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇനി കഞ്ചാവ് വാങ്ങി നിന്റെ അണ്ണാക്കി തന്നു കൂടെ നീ പറഞ്ഞാൽ പൂർണ്ണമായി. അവരെന്തിനും മടിക്കാത്ത വർഗം. മദ്യപിക്കുന്നത്, ഡാൻസ് കളിക്കുന്നത്, യവന്മാർക്കൊപ്പം കൂത്തടിക്കുന്നത്, സർവത്രികമായിട്ട് അവിടെ കിടന്ന് പെർഫോം ചെയ്യുന്നതൊക്കെ 1 by 1 ആയിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ നിന്നെ ഞാൻ ഇനി എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയത്തില്ല. അമ്മാതിരി സാധനങ്ങൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.